എല്ലാം രമാദേവി നോക്കിക്കോളും. ചിന്നു അവർക്ക് വിഷം കൊടുത്തത് ചിലപ്പോ അവര് ക്ഷമിക്കുമായിരിക്കും. പക്ഷെ ദക്ഷ കെട്ടാൻ പോകുന്ന പയ്യനെ ചിന്നു തട്ടിയെടുക്കാൻ നോക്കിയെന്ന് പറഞ്ഞാൽ രമാദേവി ഒരിക്കലും സഹിക്കാനും പോകുന്നില്ല, ക്ഷമിക്കുകയില്ല. അങ്ങനെ പറഞ്ഞില്ല, പക്ഷേ ഈ ഒരു ഗിഫ്റ്റ് തന്നു. എങ്ങതാ, ഞാനൊന്ന് നോക്കട്ടെ. ഇത് കൊള്ളാലോ, നല്ല ഭംഗിയുണ്ട്. ഇതിന് നല്ല വിലയായിട്ടുണ്ടാവും. അതാ എനിക്ക് വിഷമം. പാവം, എനിക്ക് വേണ്ടി മാഷ് ഇത്രയും പൈസ ചെലവാക്കുന്നത് കാണുമ്പോ ഒരു സങ്കടമുണ്ട്. ആ, മഹിയുടെ ഡ്രസ് സെൻസ് കൊള്ളാം. നിനക്ക് ചേരുന്ന കളർ തന്നെ ഇത്. ഇതണിയുമ്പോ നിന്റെ സൗന്ദര്യം 10 ഇരട്ടിയായി മാറും. അളവ് പോലും കൃത്യാണെന്ന് തോന്നുന്നു. മഹിസാറിന്റെ കണ്ണളവ് സമ്മതിച്ചു. അയ്യോ, അത് വേണ്ട. ഞാൻ നാളെ ആറ്റുകാല ക്ഷേത്രത്തിൽ പോകുമ്പോ ഇടാം. ദേ, നീ ഈ ഡ്രസ് ഇട്ട് കാണണമെന്നും മഹിക്കും ആഗ്രഹം കാണും. അധികം ജാട കാണിക്കാതെ പോയി ഡ്രസ് ഇട്ടിട്ട് വാ. ചെല്ല്. എന്താ ഐശ്വര്യ ഇത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാ ഞാൻ ചെയ്തോണ്ടിരുന്നത്. അതിനിടയിൽ ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ്. നാളെ ഫുൾ എൻഗേജ്ഡാ, അതുകൊണ്ട് നാളത്തെ പണി കൂടി ഇന്ന് തീർക്കണം. ഈ വീട്ടിൽ തന്നെ ഇത്രയധികം കാര്യങ്ങൾ നടക്കുമ്പോ സാറിന് അതേക്കുറിച്ച് അറിയാൻ ഒരു താല്പര്യമില്ലേ? നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം ഉണ്ടായത്? ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ അനിയന്റെ കാര്യ. മഹി എന്ത് ചെയ്തെന്നാ? ആരെയും ദ്രോഹിക്കാതെ ഇവിടെ ഒതുങ്ങി നിൽക്കുന്ന മഹി എന്ത് ചെയ്തെന്നാ? ഓ, നിങ്ങളുടെ അമ്മ ഹോം മിനിസ്റ്ററുടെ മകളുമായിട്ട് നിങ്ങളുടെ അനിയന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. അവനാണെങ്കിലോ ഇവിടുത്തെ വേലക്കാരിയുടെ പുറകെയാ നടക്കുന്നേ. വൃത്തിയോട് പറയാതെ. അവൻ എല്ലാരോടും ഒരേ രീതിയിൽ പെരുമാറുന്ന ആളാ. നീ അവനെ വെറുതെ അനാവശ്യമൊന്നും പറയാതെ. അത്രയും നിഷ്കളങ്കനാണ് അവനെങ്കില് എന്തിനാ ചിന്നുവിന് ഇത്രയും വിലപിടിപ്പുള്ള ഡ്രസ്സ് വാങ്ങി കൊടുത്തേ? ആ, ചിന്നുനോ? ഡ്രസ്സോ? ഇപ്പൊ ഞാനത് കണ്ടിട്ട് വരുന്ന വഴിയാ. രണ്ടുപേരുടെയും പ്രണയ സല്ലാപം കണ്ടിരിക്കേണ്ട കാഴ്ച തന്നെയാ. പറഞ്ഞു കേൾക്കുന്നതിനേക്കാളും നേരിട്ട് കണ്ട് ആസ്വദിക്കുന്നതായിരിക്കും നല്ലത്. സത്യം പറഞ്ഞാല് നമ്മളും പ്രേമിച്ച് കല്യാണം കഴിച്ചാണല്ലോ. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് അവര് തമ്മിലാ യഥാർത്ഥ പ്രണയം എന്ന്. ഇങ്ങനെ വേണം പ്രണയിക്കാൻ, അല്ലാതെ ഭൂമിയെയും ചന്ദ്രനെയും പോലെ ഒരു നിശ്ചിത അകലം വെച്ച് കറങ്ങി നടക്കുന്നതല്ല പ്രണയം. ശരി, അവര് തമ്മിൽ പ്രേമത്തിലാണ്. നമ്മളും പ്രേമിച്ച് കെട്ടിയവരല്ലേ? എന്നിട്ട് നമ്മുടെ വിവാഹത്തിന് അംഗീകാരം കിട്ടിയോ? അമ്മന്റെ മരുമകളായിട്ട് ഇതുവരെ അംഗീകരിച്ചോ? ഇവൻ ഇങ്ങനെ പരസ്യമായിട്ട് ആ വേലക്കാരിയുടെ പിന്നാലെ ഇങ്ങനെ കറങ്ങി നടന്നാല് തീർച്ചയായും അത് ദക്ഷയായിട്ട് പ്രശ്നം ഉണ്ടാവുക തന്നെ ചെയ്യും. ദക്ഷ പ്രശ്നം ഉണ്ടാക്കിയാൽ അതോടെ സാറിന്റെ അമ്മയ്ക്ക് ഭ്രാന്തളകും. പിന്നൊരിക്കലും നമുക്ക് വാഗ്ദാനം തന്ന ചടങ്ങൊന്നും നടക്കാൻ പോകുന്നില്ല.
മഹിയുടെ പ്രവൃത്തിയോടുള്ള ദേഷ്യം നമ്മളോടായിരിക്കും അമ്മ കൂടുതൽ കാണിക്കുക. ചേട്ടൻ തെളിച്ച വഴിയിലൂടെ അനിയൻ നടന്നു എന്നതായിരിക്കും അമ്മയുടെ അടുത്ത ആരോപണം. പ്രശ്നങ്ങൾ വരാൻ പോകുന്ന വഴി ഏതാണെന്ന് സാറിന് ഇപ്പൊ ബോധ്യായോ? ബോധ്യായി. സാർ ഇപ്പൊ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാ. എന്താ അത്? ചിന്നുവിന്റെ പുറകെ മഹി നടക്കുന്ന വിവരം പൊടിപ്പും തൊങ്ങലും വെച്ച് അമ്മയെ അറിയിക്ക. ബാക്കി അമ്മ നോക്കിക്കോളും. അതിന്റെ പേരില് നമ്മളോട് അമ്മയ്ക്ക് ദേഷ്യം തോന്നുകയില്ല. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്. ഇപ്പൊ തന്നെ സാർ ഈ കാര്യം അമ്മയെ അറിയിക്കണം. നമ്മളുടെ ജീവിതം തകർക്കാൻ നിങ്ങൾ നിങ്ങളുടെ അനിയനെ അനുവദിക്കരുത്. പണി ഏറ്റു. ഇനിയെല്ലാം രമാദേവി നോക്കിക്കോളൂ. ചിന്നു അവർക്ക് വിഷം കൊടുത്തത് ചിലപ്പോ അവര് ക്ഷമിക്കുമായിരിക്കും. പക്ഷെ ദക്ഷ കെട്ടാൻ പോകുന്ന പയ്യനെ ചിന്നു തട്ടിയെടുക്കാൻ നോക്കിയെന്ന് പറഞ്ഞാൽ രമാദേവി ഒരിക്കലും സഹിക്കാനും പോകുന്നില്ല, ക്ഷമിക്കുകയില്ല. അമ്മ പറഞ്ഞത് ശരിയാ മോളെ. നിന്നെ ഇപ്പൊ കാണാൻ ഒരു മാലാഖയെ പോലെയുണ്ട്. ശരിക്കും ഒരു രാജകുമാരി തന്നെ. ഞങ്ങളെപ്പോലെ വേലക്കാരിയായി ജീവിക്കേണ്ട ഒരുവളല്ല നീ. പെരുമാറ്റം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒരു രാജകുമാരിയായി ജീവിക്കാനുള്ള എല്ലാ യോഗ്യതയും നിനക്കുണ്ട്.